അസ്സലാമു അലൈക്കും. ജാസ്മിനെ, അല്ല ഖാലിദ് എന്താ നിന്നോട് പറയുന്നത്? കുറേ നേരമായല്ലോ. ജാസ്മിൻ ഒന്നും പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ജമാൽ പതിയെ ചോദിച്ചു. അയാളെ ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണ്. നിങ്ങളോട് സംസാരിക്കാനാണ് അയാൾ വന്നത്. ആ സമയത്ത് നിങ്ങൾ ഫോണിലായിരുന്നു. പിന്നീട് കാണാമെന്ന് പറഞ്ഞാണ് പോയത്. സൗദിയിൽ നിന്നാണ് വിളിച്ചത് കേട്ടോ. നമ്മുടെ കടയിൽ ചെറിയൊരു പ്രശ്നം. മുൻപത്തെ പാർട്ട്ണർമാർ എൻ്റെ കഫീലിനോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അയാളാണ് ഇപ്പോൾ വിളിച്ചത്. ചിലപ്പോൾ ഉടനെ സൗദിയിലേക്ക് പോകേണ്ടി വരും. അയാൾ വല്ലാത്തൊരു സ്വഭാവക്കാരനാണ് കേട്ടോ. അയാളുടെ പേരിലാണല്ലോ കട. ചിലപ്പോൾ ഞാൻ കൊടുക്കുന്നതിനേക്കാൾ പണം അവർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ കട അവർക്ക് കൊടുത്ത് എന്ന് വരും. അതാണ് എൻ്റെ പേടി. അതെങ്ങനെ നടക്കും? അവരെ അയാൾക്ക് അറിയില്ല എന്നല്ലേ മുമ്പ് എന്നോട് പറഞ്ഞത്? നിങ്ങളും സൗദിയുമായിട്ടാണല്ലോ ഡീൽ. ഇങ്ങനെ കുറച്ച് പാർട്ണർമാർ ഉള്ള കാര്യം അയാൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം എങ്ങനെ നടക്കും? ജമാലിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ അവരെ തൻ്റെ കഫീലിനെ അറിയാമെന്നുള്ള കാര്യം ഇതുവരെ അവൻ ആരോടും പറഞ്ഞിട്ടില്ല. താനാണല്ലോ അവരെ ഇടയിൽ നിന്നും ഒഴിവാക്കിയത്. തൻ്റെ കയ്യിൽ നിന്നും അവർ ചോദിച്ച പണം കിട്ടില്ല എന്ന് കരുതി കാണും. അതാണ് നേരിട്ട് അവർ കഫീലിനോട് സംസാരിച്ചത്. അങ്ങനെയാണെങ്കിലേ അത് കുഴപ്പമാണ്. നല്ല കച്ചവടം കിട്ടുന്ന കടയാണ്. ആർക്കായാലും അതിൽ നിന്ന് നല്ല ലാഭം കിട്ടും. ഇനി അത് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം കുറേയേറെ ആളുകൾക്ക് പണം കൊടുക്കാനുണ്ട്. ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ കൊടുക്കാനുള്ള പണത്തിൻ്റെ എത്രയോ ഇരട്ടി അതിൽ നിന്ന് വരുമാനം കിട്ടിയത് തൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. പക്ഷേ അത് കൊടുക്കാതെ പോകുന്നത് താൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവർ കുഴപ്പമുണ്ടാക്കുമെന്ന് കരുതി തന്നെയാണ്. കടയിലെ നോക്കുമ്പോൾ ധാരാളം സ്റ്റോക്ക് ഉണ്ടെങ്കിലും ഭീമമായ ഒരു സംഖ്യ സാധനം ഇറക്കി തരുന്നവർക്ക് കൊടുക്കാനുണ്ടെന്ന് കാണുമ്പോൾ ആർക്കായാലും അത് ഏറ്റെടുക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് തന്നെ അവർ അത്ര പെട്ടെന്നൊന്നും അത് ഏറ്റെടുക്കാൻ സാധ്യതയില്ല. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എൻ്റെ കഫീലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അയാൾക്ക് പണമാണ് വലുത്. ആരാണ് കൂടുതൽ പണം തരുന്നത് ഓലെ കൂടെ നിൽക്കുള്ളൂ. അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തായാലും നാളെ ഒന്ന് വിളിച്ചു നോക്കാം. കാര്യങ്ങൾ ശരിയായില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് സൗദിയിലേക്ക് തന്നെ വേഗം പോകേണ്ടി വരും. ജാസ്മിൻ അറിയാതെ ഒന്ന് മൂടി. നീ ഇവിടെ തന്നെ നിന്നാൽ മതി. അങ്ങനെ പോകേണ്ടി വരികയാണെങ്കിലേ ഞാൻ പോയിട്ട് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വരാം. ഓ പിന്നെ അതൊന്നും നടക്കുന്ന കാര്യമില്ല. എടുത്തടിച്ചതുപോലെ ജാസ്മിൻ പറഞ്ഞു. അവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ജമാൽ ഇല്ലാതെ ആ വീട്ടിൽ നിൽക്കുന്നതിനെ പറ്റിയാണ് അവൾ ആലോചിച്ചത്. ഉമ്മയും ആബിദയും തന്നെ ഒരു പാഠം പഠിപ്പിക്കാനായി കാത്തു നിൽക്കുകയാണ്. അവരുടെ ഇടയിൽ ഒറ്റയ്ക്ക് പോയി താമസിക്കുന്ന കാര്യം ആലോചിക്കാൻ തന്നെ വയ്യ. നിങ്ങൾ പോവുകയാണെങ്കിലേ ഞാനും വരാം. ഇനി നാട്ടിൽ നിന്നിട്ട് എന്താ? ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അവിടെയാണെങ്കിൽ ജോലി ചെയ്ത് പണമെങ്കിലും ഉണ്ടാക്കാം. നിങ്ങൾ കടയും ഏറ്റെടുക്കാം. എനിക്ക് എൻ്റെ ജോലിയും ചെയ്യാം. നാട്ടിലുള്ളവരുടെ ശല്യവും ഉണ്ടാവില്ല. നമുക്ക് നല്ലത് അവിടെ തന്നെയാണ്. അല്ല, ഉമ്മയോടും മറ്റുള്ളവരോടൊക്കെ എന്തു പറയും? അയാളുടെ സംശയം അതായിരുന്നു. അയാൾക്കും നാട്ടിൽ നിൽക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ അതാണ് നല്ലതെന്ന് അയാളും ഓർത്തു. അവരോടൊക്കെ എന്തെങ്കിലും പറയാം. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് അവരോട് ഇതൊക്കെ പറയാൻ പോകുന്നത്? ഗൾഫിലുള്ള ആൾക്കാർ വരുന്നതും ലീവ് ക്യാൻസലാക്കി പെട്ടെന്ന് തിരിച്ചു പോകുന്നതൊക്കെ സാധാരണ പതിവുള്ള കാര്യങ്ങളല്ലേ. ഇതൊക്കെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഉമ്മാനോട് വിളമ്പാൻ പോകുന്നത്? അത്യാവശ്യമായിട്ട് തിരിച്ചു പോകണമെന്ന് പറയണം. വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. ജാസ്മിൻ്റെ സംസാരം കേട്ട് ജമാലൊന്ന് മൂളി. ഖാലിദ് എന്തൊക്കെയോ പറയുന്നത് കണ്ടല്ലോ. എന്തായിരുന്നു അയാൾ പറഞ്ഞത്? വിഷയം മാറ്റാനെന്നതുപോലെ ജമാൽ ചോദിച്ചു. ജാസ്മിൻ അത് മനസ്സിലാവുകയും ചെയ്തു. ജമാൽ കോൾ ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അത് പിന്നെ അയാളെ സൗദിയിൽ പുതിയ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് പറയുന്നു. എന്തൊക്കെ സിമൻറ്റ് കമ്പനികളിൽ നിന്ന് അയാൾക്ക് എന്തൊക്കെ സാധനങ്ങൾ ആഫ്രിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ടല്ലോ. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉടനെ തന്നെ അയാൾക്ക് സൗദിയിൽ പോകണമെന്ന് പറഞ്ഞു. കേട്ടിട്ട് കോടികളെ ബിസിനസ് നടക്കുമെന്ന് തോന്നുന്നു. അയാൾക്കൊരു ഓഫീസും ഒരു ഓഫീസ് സ്റ്റാഫിനെയും ആവശ്യമുണ്ടെന്നും പറഞ്ഞു. ഞാൻ ബിൻ ഷാഫി ഓഫീസിലായിരുന്നപ്പോൾ അയാൾ എന്നെ കണ്ടിട്ടുണ്ടത്രേ. അയാളുടെ ക്ലറിക്കൽ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ് അയാൾ ചോദിച്ചത്. ജമാലിൻ്റെ കണ്ണുകൾ അറിയാതെ ഒന്ന് വിടർന്നു. ഖാലിദിനോട് ചേർന്ന് നിൽക്കാനുള്ള മികച്ച അവസരമാണ് കിട്ടുന്നത്. ഇതിനൊക്കെ അപ്പോൾ തന്നെ യെസ് പറയണ്ടേ? നീ എന്തിനാ പറയാവുന്നത്? ഇങ്ങനെയുള്ള ഏജൻറ്റ് വർക്കാണ് സൗദിയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള മേഖല. നിനക്ക് ആ ജോസഫ് സാറിനെ പരിചയമില്ലേ? അവൾ പതിയെ തലയാട്ടി. എപ്പോഴും എല്ലാവരോടും പുഞ്ചിരിയോടെ സംസാരിച്ചു വെളുത്തു മെലിഞ്ഞ അച്ചായനെ അവൾക്ക് ഓർമ്മ വന്നു. അയാൾക്ക് നല്ല സാമ്പത്തികം ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അയാൾ ഇങ്ങനെയുള്ള എന്തോ ഒരു വർക്കാണ്. ഒരു കണ്ടെയ്നർ സൗദിയിൽ അയാൾ മുഖേന ഇറങ്ങിയാൽ അയാൾക്ക് എത്ര നല്ല വരുമാനം കിട്ടും. എത്രയാണ് അയാളുടെ പേരിൽ സൗദിയിൽ ഇറങ്ങുന്നത് എന്നറിയോ? അയാളെ വരുമാനം കേട്ടാൽ നമ്മൾ നെട്ടും. അയാൾക്ക് സൗദിയിൽ തന്നെ 30ഓളം റെസ്റ്റോറൻറ്റുകളും 10ഓളം വലിയ ഹൈപ്പർ മാർക്കറ്റുകളും ഉണ്ടല്ലോ.
അയാളുടെ മാസ വരുമാനം തന്നെ കോടികൾ വരും. ഖാലിദിൻ്റെ കൂടെ കൂടിയാലേ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതം സെറ്റാക്കാൻ കഴിയും. ജാസ്മിൻ്റെ കണ്ണുകൾ വിടർന്നു. ജമാൽ ഇത്ര പെട്ടെന്ന് അത് സമ്മതിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും ഓർത്തിരുന്നില്ല. അക്കാരണം കൊണ്ട് തന്നെ അവളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. അവൾ സ്നേഹത്തോടെ അയാളെ നോക്കി. ഒരു വർഷം ഇപ്പോൾ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ട് ആ ജോലി കൂടി ചെയ്യാൻ കഴിയുമെന്നാണ് ഖാലിദ് പറഞ്ഞത്. രാത്രിയാണ് ജോലി ചെയ്യേണ്ടതെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ശമ്പളവും കിട്ടും. ജമാലിന് ആഹ്ലാദം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വളരെ മികച്ചൊരവസരമാണ് തങ്ങളെ തേടി വന്നിരിക്കുന്നത്. ജാസ്മിനാണ് ഈ ജോലി കിട്ടുന്നതെങ്കിലും അതിൻ്റെ പ്രയോജനം മുഴുവൻ കിട്ടാൻ പോകുന്നത് തനിക്കാണ്. അവളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടെങ്കിൽ അതെല്ലാം തനിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതിനു വേണ്ടത് അവളെ പിണക്കാതെ കൂടെ നിർത്തുക എന്നത് മാത്രമാണ്. സ്നേഹമാണ് ജാസ്മിനെ കീഴടക്കാനുള്ള ഏക വഴി. അയാൾ പതിയെ അവളെ തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു. പിന്നെ പതിയെ നെറ്റിയിൽ ചുംബിച്ചു. അവളുടെ കണ്ണുകൾ വിടർന്നു. പെട്ടെന്നാണ് തങ്ങൾ റൂമിന് പുറത്താണല്ലോ എന്നവൾ ഓർക്കുന്നത്. അവൾ നാണത്തോടെ അയാളെ തള്ളി മാറ്റി. ഛേ, നാണമില്ലാത്തൊരു മനുഷ്യൻ. നമ്മൾ യൂറോപ്പിലൊന്നുമല്ല കേട്ടോ. ആരെങ്കിലൊക്കെ കാണും. കണ്ടാലെന്താ? ചിരിയോടെ അയാൾ ചോദിച്ചു. ഓ പിന്നെ, നമ്മളിപ്പോൾ പഴയ കാമുകമാരൊന്നല്ല. നിയമപരമായി നിക്കാഹ് കഴിച്ച ദമ്പതികളാണ്. ഇനിയിപ്പോൾ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ പതിയെ തലയാട്ടി. രണ്ടുപേരും കൈകൾ കോർത്ത് പിടിച്ച് റിസോർട്ടിന് മുന്നിലൂടെ നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് വളരെ മികച്ചൊരു അവസരമാണെന്നോ നിങ്ങൾ പറയുന്നത്? വലിയ ധാരണമൊന്നും ഇല്ലാത്തതുപോലെയായിരുന്നു ജാസ്മിൻ്റെ ചോദ്യം. അവൾ വിടർന്ന കണ്ണുകളോടെ അയാളെ നോക്കി. അയാളുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷമാണെന്ന് അവൾ കണ്ടു. പിന്നല്ലാതെ, നമ്മുടെ വലിയ ബിസിനസ്സുകാരൊക്കെ പിന്നെ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എനിക്കറിയോ? ഇല്ലല്ലോ. അതൊക്കെ ഇതേപോലെ തന്നെയാണ്. എന്തായാലും നിനക്ക് ആ ജോലി കിട്ടിയല്ലോ. ജോലിയിൽ എത്ര ടെൻഷനുണ്ടെങ്കിലും നീ അത് ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് ബാക്കിയെല്ലാം അതിൻ്റെ വഴി നടക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ജോലി കൃത്യമായി ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷനാവുന്നത്. നോ പറയേണ്ടത് നോ പറയാൻ പഠിക്കുക തന്നെ വേണം. ചെയ്യാൻ കഴിയുന്നത് മാത്രം ഏറ്റെടുക്കുക. ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ളതും ഏറ്റെടുക്കാം. ശ്രമിച്ചാൽ നടക്കും എന്നുള്ളതും ചെയ്യാം. ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ് സംതൃപ്തി. നമുക്ക് പണം വേണം. ഈ ജോലി ചെയ്താലേ ഇഷ്ടം പോലെ പണം കിട്ടുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പോൾ അയാളെ കണ്ട് ഞാൻ യെസ് ഒന്ന് പറയട്ടെ അല്ലേ? അയാൾ പതിയെ തലയാട്ടി. ജാസ്മിൻ സ്വർണ്ണമുട്ടയിടുന്ന ഒരു താറാവാണല്ലോ എന്നാണ് അയാൾ അപ്പോൾ ചിന്തിച്ചത്. സാബിയെ ഒഴിവാക്കി ഇവളെ കെട്ടിയത് എത്ര നന്നായി എന്ന് അയാൾ ഓർത്തു. ഇനി എത്രയും പെട്ടെന്ന് സൗദിയിൽ നിന്ന് ഒരു ജോയിൻ്റ് അക്കൗണ്ട് എടുക്കണം. ഇവൾക്ക് കിട്ടുന്ന വരുമാനം മുഴുവനും ജോയിൻ്റ് അക്കൗണ്ടിലായിരിക്കും നിക്ഷേപിക്കേണ്ടത്. കൂടുതൽ പണം വരുമ്പോൾ പെണ്ണുങ്ങളുടെ സ്വഭാവം മാറും. ഇനി ഇവളെ തനിക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ പോലും ഇവൾ ഉണ്ടാക്കിയ പണം തൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കണം. അതോർത്തപ്പോൾ തന്നെ ജമാലിൻ്റെ മുഖത്ത് വല്ലാത്തൊരു സംതൃപ്തി നിറഞ്ഞു. അല്ല മോളെ, നിൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ ബന്ധുക്കളൊക്കെ എവിടെ? നിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കൊന്നും ബന്ധുക്കളൊന്നും ആരുമില്ലേ? സൗദയുടെ ചോദ്യം കേട്ടാണ് സാബി പതിയെ അവളെ ഒന്ന് നോക്കിയത്. അപ്പോഴേക്കും അവളുടെ മടിയിൽ കിടന്നിരുന്ന കുഞ്ഞ് ഒന്നനങ്ങി. സാബി ഒന്നുകൂടെ ആ കുഞ്ഞിനെ അവിടത്തേക്ക് ചേർത്ത് പിടിച്ചു. എനിക്ക് ഉപ്പയെ അങ്ങനെ ഓർമ്മയില്ല. എൻ്റെ ഉമ്മ ഒരു രോഗിയായിരുന്നു. ഉപ്പയെ നേരത്തെ മരിച്ചു. ഉപ്പയുടെ സ്ഥലം വളരെ ദൂരെയാണ്. ഉപ്പാക്ക് അങ്ങനെ ബന്ധുക്കളായിട്ട് ആരുമില്ലല്ലോ. എൻ്റെ ഉമ്മാൻ്റെ നാട്ടിലേക്ക് ജോലിക്കായി വന്നതാണ് ഉപ്പ. ഉമ്മ അന്ന് തന്നെ രോഗിയാണ്. ഒരു ബന്ധുവീട്ടിൽ താമസിക്കുകയാണ്. അവിടുത്തെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പുറംപണിക്ക് വന്നതാണ് ഉപ്പ. അങ്ങനെയാണ് ആ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഉപ്പയും ഉമ്മയും ചെറിയൊരു വാടക വീട്ടിലേക്ക് താമസം മാറി. ഞാൻ ജനിച്ചപ്പോൾ അപ്പോഴും ഉമ്മ നിത്യരോഗിയായി മാറിയിരുന്നു. ഉപ്പാക്കും അസുഖങ്ങളും ഉണ്ടായിരുന്നു. ഉപ്പ മരിച്ചതിന് ശേഷം ഉമ്മ വീട്ടു ജോലികൾ ചെയ്താണ് എന്നെ നോക്കിയത്. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞാനും ഉമ്മയെ സഹായിക്കാൻ പോകുമായിരുന്നു. 10ാം ക്ലാസ്സിലും +2 ഒക്കെ എനിക്കും നല്ല മാർക്കുണ്ടായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ജമാലിക്ക് എൻ്റെ കല്യാണം ആലോചിച്ച് വന്നത്. ഉമ്മാക്ക് എന്തോ സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു. എനിക്കും അത് വളരെ നല്ലതായി തോന്നി. എന്നെപ്പോലെയുള്ളൊരു പെൺകുട്ടിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ബന്ധമായിരുന്നു ജമാലിക്കയോടേത്. അന്ന് കല്യാണത്തിന് കൂടിയവരൊക്കെ അസൂയയോടെയാണ് എന്നെ നോക്കിയത്. ഇക്കയുടെ വീട്ടുകാർക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ കൈവശം കൊടുത്ത് മയക്കി എന്നൊക്കെയാണ് ഇക്കയുടെ ഉമ്മ പറഞ്ഞത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉമ്മ മരിച്ചുപോയി. പിന്നീട് ഇപ്പോഴാണ് ഞാൻ ആ വീട് വിട്ട് താമസിക്കുന്നത്. ഒരു ദിവസം പോലും മറ്റൊരു വീട്ടിൽ ഞാൻ അന്തി ഉറങ്ങിയിട്ടില്ല. ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും ആരും എനിക്ക് തന്നിട്ടില്ല. ഉപ്പയുടെ സ്വഭാവം നല്ലതായിരുന്നു. പക്ഷേ കിടപ്പിലായി പോയതുകൊണ്ട് ആർക്കും ഉപ്പയൊരു വിലയും ഇല്ലായിരുന്നു. ആ സാബി,
പഠിത്തം കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. സൗദ പറഞ്ഞത് കേട്ട് അവൾ പതിയെ തലയാട്ടി. നിന്റെ പഠിപ്പ് മുടക്കേണ്ടി വരില്ല എന്നൊക്കെയായിരുന്നു ജമാലിക്ക അന്ന് തന്നെ തന്ന ഓഫർ. എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു അന്ന്. എനിക്ക് ഒരു ടീച്ചർ ആവണം എന്നതായിരുന്നു എൻ്റെ മോഹം. ഇക്കയുടെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ പണമുണ്ട്. ഡിഗ്രി കഴിഞ്ഞാൽ BEdന് ചേരണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. എത്ര പണം കൊടുത്താലും നിനക്ക് ഒരു സീറ്റ് ഞാൻ വാങ്ങിത്തരുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതോടെ ഇക്ക വാക്കുമാറി. നിന്റെ കെട്ടിയോള് ജോലിക്ക് പോയി കുടുംബം നോക്കേണ്ട ഗതികേടൊന്നും നമ്മുടെ തറവാട്ടിൽ വന്നിട്ടില്ല എന്ന് ഉമ്മ പറയുന്നത് നിസ്സാരതയോടെ ഇക്ക കേട്ടു നിൽക്കുന്നത് ഞാൻ കണ്ടു. അതോടെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്ന് എനിക്ക് ഉറപ്പായി. എങ്കിലും നേരിയൊരു പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു. പിന്നീട് പഠിക്കുന്ന കാര്യം പറയുമ്പോഴൊക്കെ ഇക്കാക്കക്ക് ദേഷ്യമായിരുന്നു. അതോടെ ഞാൻ വിട്ടു അത്. അന്നൊക്കെ ഇക്കാക്ക് എന്നോട് നല്ല സ്നേഹമായിരുന്നു. ഉമ്മ പറയുന്നത് നോക്കണ്ടെന്ന് പറയും, നിനക്ക് ഞാനുണ്ടല്ലോ എന്ന് പറയും. അതെനിക്ക് വലിയ ആശ്വാസമായിരുന്നു. ഇക്ക എന്ന് എൻ്റെ കൂടെ ഉണ്ടാവും എന്നതായിരുന്നു എൻ്റെ പ്രതീക്ഷ. പലപ്പോഴും ഉമ്മ എന്നോട് വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്. നിനക്ക് ഇറങ്ങിപ്പോകാൻ ഒരു വീടില്ലല്ലോ എന്ന് പോലും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു എതിർവാക്ക് പോലും പറഞ്ഞിട്ടില്ല. എനിക്കൊരു ജോലിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മക്കളെ കൈപിടിച്ച് ഞാൻ ആ വീട്ടിൽ നിന്ന് എന്നെ ഇറങ്ങിയേനെ. അത്രയേറെ ഞാൻ ആ വീട്ടിൽ കിടന്ന് അനുഭവിച്ചിട്ടുണ്ട്. ആരും കാണാതെ എത്രയോ കരഞ്ഞിട്ടുണ്ട്. പഠിച്ചവനോട് കരഞ്ഞു കരഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ട്. മൂന്നാമതും ഒരു പെൺകുഞ്ഞാണെന്ന് മനസ്സിലായപ്പോൾ നിർബന്ധിച്ച് അബോർട്ട് ചെയ്യിപ്പിച്ചത് പോലും എൻ്റെ സമ്മതമില്ലാതെയായിരുന്നു. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. സൗദയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. എന്നാൽ സാബിക്ക് യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. അവൾക്ക് കണ്ണുനീർ ബാക്കിയില്ല എന്നതായിരുന്നു സത്യം. കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. സത്യത്തിൽ ഇത്ത, ഞാനെൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് 100 പ്രാവശ്യമെങ്കിലും കരുതിയതാണ്. എനിക്കാണെങ്കിൽ ഒരു തവണ എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളുണ്ടായി. എന്താണ് സംഭവിച്ചത് പോലും എനിക്കറിയില്ല. ബ്ലേഡ് എടുത്ത് മരിക്കാനായി ബാത്റൂമിൽ കയറിയതാണ് ഞാൻ. പടച്ചോൻ്റെ വേണ്ടുകൊണ്ട് ആ ബുദ്ധിമോശം ചെയ്യാതെ ഞാൻ രക്ഷപ്പെട്ടു. സൗദ നെട്ടലോടെ അവളെ നോക്കി. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവൾ ഒരുപാട് അനുഭവിച്ചു എന്ന് സൗദക്ക് മനസ്സിലായി. ഇല്ല സാബി, നിനക്ക് എന്തായാലും ഞങ്ങളൊക്കെ ഉണ്ട്, നീ വിഷമിക്കണ്ട. നിനക്ക് പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം. സാബി അവളെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ അവൾക്ക് നല്ല താല്പര്യമുണ്ടെന്ന് സൗദയ്ക്ക് തോന്നി. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൈവറ്റായിട്ട് ഡിഗ്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓപ്പൺ ഡിഗ്രി നിർത്തലാക്കിയെന്ന് തോന്നുന്നു. പക്ഷേ മറ്റുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ നമുക്ക് സൗകര്യമുണ്ട്. നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. എന്നും 1-2 മണിക്കൂർ പഠിക്കാനായി മാറ്റിവെക്കുകയാണെങ്കിൽ ഡിഗ്രിയൊക്കെ വളരെ നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റും. സാബി പതിയെ തലയാട്ടി. ഉപ്പ പറഞ്ഞത് നീ കേട്ടതല്ലേ? ഇന്നലെ നിന്നോട് തന്നെയല്ലേ ഉപ്പ പറഞ്ഞത്? ഉപ്പ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയിരിക്കും. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിനക്ക് താമസിക്കാൻ ഒരു വീടും ചെറിയ ജോലിയും സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലി എന്തായാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല എന്നർത്ഥത്തിൽ സാബി തലയാട്ടി. ഫാത്തിമയും അലവിക്കുട്ടി മാഷും ഇന്നലെ രാത്രി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെയാണ് അവർ പോയത്. സാബി അവിടെ ഉള്ളതിനാൽ വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞിട്ടാണ് ഫാത്തിമ പോയത്. സാബിക്കും അത് സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ അവൾ ഇവിടെയാണ്. മക്കളെ 2 പേരും ഫാത്തിമ കൊണ്ടുപോയിരിക്കുകയാണ്. അവർ ഇവിടെ തന്നെ നിൽക്കുകയല്ലേ, പുറത്തേക്ക് ഒന്ന് പോയി വരാമെന്ന് ഫാത്തിമ പറഞ്ഞപ്പോൾ സാബി അത് സമ്മതിക്കുകയും ചെയ്തു. മക്കൾക്കും അത് സന്തോഷമായിരുന്നു. അങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ എന്നാണ് സാബി ചിന്തിച്ചത്. എന്ത് ജോലിയായാലും കുഴപ്പമില്ലെത്താ, എന്തെങ്കിലും ഒരു ജോലി ആയാൽ മതി. എത്ര കാലം എന്ന് വെച്ചിട്ടാണ് മറ്റുള്ളവരെ കീഴിൽ കഴിയുന്നത്? ശരിക്കും ഞാനിവിടെ ഒരു വേലക്കാരിയും ഹോം നേഴ്സൊക്കെ ആയിരുന്നു. ഉപ്പാൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് നോക്കിയത്. എല്ലാ ദിവസവും ഉപ്പയെ നനച്ച് തുടച്ച് വൃത്തിയാക്കി വസ്ത്രങ്ങൾ മാറ്റി പുറത്തൊക്കെ പൗഡർ ഇട്ട് കൊടുക്കണം. കിടപ്പ് രോഗി ആയതുകൊണ്ട് അല്ലെങ്കിൽ പുറത്തൊക്കെ മുറിവുണ്ടാവും. ഇപ്പോൾ അതൊക്കെ ആരാണോ ചെയ്യുന്നത്? പാവം, ആ ഉപ്പാക്കൊരു ബുദ്ധിമുട്ടുമില്ലാതിരുന്നാൽ മതിയായിരുന്നു. സാബിയുടെ സ്വരത്തിൽ നല്ല സങ്കടമുണ്ടായിരുന്നു. അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ ഉപ്പയോട് നല്ല സ്നേഹമാണെന്ന് ഫാത്തിമക്ക് മനസ്സിലായി. ഒരു ഹോം നേഴ്സിനെ വെക്കാമെന്ന് ഇക്ക മുമ്പ് പറഞ്ഞതാണ്. ഒരു ഏജൻസിയിൽ വിളിച്ച് പറയുകയും ചെയ്തു. 30,000 രൂപയാണ് അവർ പറഞ്ഞത്. ആ പൈസ കേട്ടപ്പോൾ ഉമ്മാൻ്റെ മട്ട് മാറി. സാബിക്ക് പിന്നെ ഇവിടെ എന്താ ജോലി എന്നാണ് ഉമ്മ ചോദിച്ചത്. 30,000 രൂപ എന്ന് കേട്ടപ്പോൾ ഇക്കയുടെയും താല്പര്യം കുറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഉപ്പാക്ക് മുറിയായി വ്രണങ്ങളുണ്ടായിരുന്നു. പിന്നെ പാലിയേറ്റീവുകാരാണ് എന്നും വന്ന് വൃത്തിയാക്കി ആ മുറിവ് ഉണങ്ങിയത്. അവരെങ്ങനെയാണ് മുറിവ് വൃത്തിയാക്കുന്നത് എന്നൊക്കെ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. പിന്നീട് അവരുടെ കൂടെ ഞാനും കൂടി. ഇപ്പോൾ എനിക്ക് കിടപ്പ് രോഗികളെയൊക്കെ നന്നായി നോക്കാൻ കഴിയും. ആ നിലക്ക് മാത്രം ഞാൻ ഇക്കാക്ക് സേവ് ചെയ്ത് കൊടുത്ത മാസം 30,000 രൂപയാണ്. വീട്ടുജോലിക്ക് ഒരു സ്ത്രീ വീട്ടിൽ നിൽക്കുകയാണെങ്കിലേ അവർക്ക് കൊടുക്കണം 20,000 രൂപ. ആ ജോലി ഞാൻ തന്നെയാണ് ചെയ്തത്. സൗദക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല.
ഈ ചെറിയ പ്രായത്തിൽ തന്നെ സാബി ജന്മം മുഴുവനും അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി. ഇനിയെങ്കിലും അവളെ സന്തോഷവതിയാക്കണമെന്ന് സൗദ ഓർത്തു. പാലിയേറ്റീവിൻ്റെ കൂടെ എന്നോട് ജോലിക്ക് വരുന്നു എന്ന് പോലും ചോദിച്ചവർ. അവരെ ഓഫീസിൽ നിന്നാലേ 10,000 രൂപ ശമ്പളം തരാമെന്ന് പറഞ്ഞു. എനിക്കത് സമ്മതമായിരുന്നു. എന്നാൽ അതിന് ഉമ്മ സമ്മതിച്ചില്ല. ഞാൻ ജോലിക്ക് പോയാൽ പിന്നെ വീട്ടുകാര്യങ്ങൾ ആര് നോക്കുക എന്നായിരുന്നു ഉമ്മയുടെ ചോദ്യം. അപ്പോഴേക്കും ഇക്കാക്ക എന്നോടുള്ള താല്പര്യം കുറേ കുറഞ്ഞിരുന്നു. ഞാൻ കരുതിയത് പെൺകുട്ടികളെ മാത്രം പ്രസവിച്ചത് കൊണ്ടാണ് എന്നോട് ഇത്ര ദേഷ്യം എന്നായിരുന്നു. പക്ഷെ ഒരു സ്ത്രീ പ്രസവിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന് നിശ്ചയിക്കുന്നത് അവളല്ലല്ലോ. എത്ര അവരോട് അത് പറഞ്ഞിട്ടും കാര്യമില്ല. 1-2 വർഷമായി ഇക്ക എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പോലുമില്ല. നിങ്ങൾക്കറിയോ, എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നതേ എൻ്റെ മക്കളെ ഓർത്താണ്. പടച്ചവനോട് ഞാൻ പ്രാർത്ഥിച്ചത് ഇക്കാക്ക് എന്നോട് സ്നേഹം തോന്നിപ്പിക്കണമെന്ന് മാത്രമാണ്. അതിനുവേണ്ടി ഞാൻ കുറേ നോമ്പുകൾ നേറ്റു, ഒരുപാട് ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി ഇക്കാക്കും എന്നോടും മക്കളോടും സ്നേഹം തോന്നിപ്പിക്കണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ കുഞ്ഞു മക്കൾ തന്നെ 10,000-കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും മനമൊരുക്കി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇക്ക അവിടെ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ സൗദിയിൽ ജീവിതം ആഘോഷിക്കുകയായിരുന്നു എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ നെഞ്ചിനൊരു പിടച്ചിലാണ്. കൽബ് പൊട്ടുന്ന അനുഭവമാണ്. അറിയാതെ സാബിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പുറത്തേക്ക് ചാടി. അവൾ ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. സൗദ അവളുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ അവളെ ചേർത്ത് പിടിച്ചു. മുങ്ങി മരിക്കാൻ പോകുന്നയാൾക്ക് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ എന്ന പോലെ സാബി സൗദയെ കെട്ടിപ്പിടിച്ച് ഉറക്കെ പൊട്ടിക്കരഞ്ഞു. സൗദ അവളെ ആശ്വസിപ്പിച്ചു. അത്യാവശ്യം വലിയൊരു വീടായിരുന്നു അത്. അലവിക്കുട്ടി മാഷിൻ്റെ കാറിൽ ഫാത്തിമയോടൊപ്പമാണ് സനമോളും വഫമോളും അവിടെ ചെന്നിറങ്ങിയത്. വലിയൊരു മതിൽക്കെട്ടിനുള്ളിൽ ആയിരുന്നു ആ വീട്. വീടിൻ്റെ 4 ഭാഗത്തും അത്യാവശ്യം വീതിയിൽ മുറ്റമുണ്ടായിരുന്നു. മുറ്റത്ത് ചരൽക്കല്ലുകൾ വിരിച്ചിട്ടിരിക്കുകയാണ്. തൊടി നിറയെ വലിയ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. അതിനിടയിൽ കുറേ കൃഷികളും കാണാനുണ്ട്. മുൻവശത്തെ മുറ്റത്ത് തന്നെ മാവിൻ കൊമ്പിൽ നല്ലൊരു ഊഞ്ഞൽ കെട്ടിയിട്ടുണ്ട്. മക്കൾ 2 പേരും അത് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ അടുത്തേക്ക് ഓടി. അത് കണ്ടപ്പോൾ ടീച്ചറും മാഷും പരസ്പരം നോക്കി ചിരിച്ചു. അവിടെ വരുന്ന കുട്ടികളെല്ലാം ആദ്യം തന്നെ പോകുന്നത് അങ്ങോട്ടായിരിക്കും. ഊഞ്ഞൽ അല്പം ഉയരത്തിലായതിനാൽ മക്കൾക്ക് 2 പേർക്കും അതിൽ കയറാൻ കഴിഞ്ഞില്ല. എന്നാൽ മാഷ് അവരെ 2 പേരെയും ഊഞ്ഞാലിൽ കയറ്റിയിരുത്തി. പിന്നെ സാവധാനം അത് ആട്ടാൻ തുടങ്ങി. അത് ആസ്വദിച്ചതിനെ പോലെ മക്കൾ 2 പേരും പൊട്ടിച്ചിരിച്ചു. ഫാത്തിമ വീട് തുറന്ന് നേരെ അടുക്കളയിലേക്ക് പോയി. കുട്ടികൾക്ക് കഴിക്കാൻ എന്ത് കൊടുക്കുമെന്നായിരുന്നു അവർ ചിന്തിച്ചത്. ആദ്യം കടയിൽ നിന്ന് എണ്ണപ്പലഹാരങ്ങൾ വാങ്ങാമെന്നും കരുതിയെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. ഇനി നേരെ പോയി വല്ലതും കഴിക്കാമെന്ന് അവർ കരുതി. ഒന്ന് കുളിച്ച് വസ്ത്രം മാറി വന്നപ്പോഴേക്കും കുട്ടികൾ 2 പേരെയും മാഷിൻ്റെ കൂടെ കളിക്കുകയാണ്. ഇപ്പോൾ മാഷാണ് ഊഞ്ഞാലിൽ ഇരിക്കുന്നത്. കാലുകൾ നിലത്ത് ആഞ്ഞു ചവിട്ടി പുറകിലേക്ക് ആഞ്ഞു മാഷ് ആടുമ്പോൾ കുട്ടികൾ ആർത്തു ചിരിക്കുകയാണ്. കുറച്ച് സമയം ടീച്ചർ അത് കണ്ടു നിന്നു. മാഷേ, നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കഴിച്ചാലോ? ഇവിടെ ഒന്നുമില്ല, ഞാൻ ഇനിയിപ്പോൾ ഉണ്ടാക്കണ്ടേ? മാഷി പതിയെ തലയാട്ടി. പിന്നെ ഊഞ്ഞാലിൽ നിന്നും ഇറങ്ങി 4 പേരും പതിയെ റോഡിലേക്ക് നടന്നു. വീട്ടിൽ നിന്നും നടന്നു പോകാവുന്ന അകലത്തിൽ ഒരു ചെറിയ ഈവനിങ് കോഫി ഷോപ്പുണ്ട്. വളരെ വൃത്തിയിലാണ് അവിടെ സാധനങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മാഷ് കണ്ടിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ മാഷും ടീച്ചറും അവിടെ പോയി ചായ കുടിക്കാറുണ്ട്. മാഷിനെയും ടീച്ചറെയും കണ്ടപ്പോൾ കടയിലെ പയ്യന്മാർ ബഹുമാനത്തോടെ ചിരിച്ചു. 4 പേരും ഒഴിഞ്ഞൊരു ടേബിളിൽ ഇരുന്നു. മക്കൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? ഗ്ലാസ് അലമാരയിൽ നിറച്ചു വെച്ച പലഹാരങ്ങളിലേക്ക് മക്കൾ 2 പേരും നോക്കുന്നത് കണ്ടപ്പോൾ മാഷി ചിരിയോടെ ചോദിച്ചു. സനയും വഫയും പലഹാരങ്ങളിലേക്ക് തന്നെ നോക്കിയാണ്. ഉള്ളിവടയും സമൂസയും കട്ട്ലറ്റും പഴംപൊരിയും എല്ലാം അവർക്ക് പരിചയമുള്ളതാണ്. അതൊക്കെ അവർ കഴിച്ചിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ളത് അവർ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് കണ്ടപ്പോൾ അവരെ എഴുന്നേൽപ്പിച്ച് നേരെ അലമാരയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇനി പറ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് വേണ്ടത് മക്കളെ? സന കൗതുകത്തോടെ ഒരു പലഹാരത്തിന് നേരെ വിരൽ ചൂണ്ടി. ബ്രെഡ് പോക്കറ്റ് ആയിരുന്നു അത്. സന അതിന് നേരെ ചൂണ്ടിയപ്പോൾ വഫയ്ക്കും അത് മതി എന്നായി. അയാൾ അത് 4 എണ്ണത്തിന് ഓർഡർ കൊടുത്തു. പിന്നെ അവർക്ക് 2 പേർക്കും വിത്തൗട്ട് ചായയും കുട്ടികൾക്ക് ജ്യൂസുമാണ് അയാൾ ഓർഡർ ചെയ്തത്. മാഷിനും ടീച്ചർക്കും ഷുഗർ ഇല്ലെങ്കിലും അവർ അധികം പഞ്ചസാര കൂട്ടാറില്ല. ടീച്ചർക്ക് ആദ്യമൊക്കെ പഞ്ചസാര ചേർക്കാതെ ചായ കുടിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ കുറച്ച് ദിവസം പഞ്ചസാര ഉപയോഗം കുറച്ചപ്പോൾ ആരോഗ്യത്തിൽ നേരിയ മാറ്റം വരുന്നത് പോലെ തോന്നി. പിന്നെ അതങ്ങോട്ട് ശീലമായി. ചായക്കടയിലേക്ക് വരുമ്പോൾ അവർ എണ്ണപ്പലഹാരങ്ങൾ അധികമൊന്നും കഴിക്കാറില്ല. എന്നും കാടമുട്ടയാണ് അവർ കഴിക്കാറ്. പതിവ് പോലെ ഒരു വലിയ പ്ലേറ്റിന് മാഷ് അത് ഓർഡർ കൊടുത്തു. കുറച്ച് സമയത്തിനുള്ളിൽ ഓർഡർ ചെയ്തതെല്ലാം അവരെ മുന്നിലെത്തി. കുട്ടികൾ സന്തോഷത്തോടെ അതെല്ലാം കഴിക്കുന്നത് മാഷും ടീച്ചറും നോക്കി നിന്നു. ആഹാ, കുടുംബം മൊത്തം ഉണ്ടല്ലോ, ഇന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ലേ? ആ ചോദ്യം കേട്ടാണ് മാഷും ടീച്ചറും തിരിഞ്ഞു നോക്കിയത്. അവരെ അയൽവാസിയായിരുന്നു.
ആ ഇരിക്കുക, ഒരു ചായ കുടിക്കാം. ഞാൻ കുടിച്ചു മാഷേ. ഇപ്പോൾ നിങ്ങളിരിക്കുന്നത് കണ്ടപ്പോൾ കയറി വന്നതാണ്. മരുമോള് പ്രസവിച്ചൂലേ? മാഷാ അല്ലാ, ഇരട്ട കുട്ടികളാണല്ലേ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ. വീട്ടിൽ പറഞ്ഞിരുന്നു. ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ വന്ന് കാണണമെന്ന് കരുതിയതാണ്. അപ്പോഴാണ് എൻ്റെ ഇളയ മോളൊന്ന് വീണത്. തിരക്കിൻ്റെ ഇടയിൽ ഞാനത് ചോദിക്കാൻ മറന്നുപോയി. അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ടീച്ചർ ചോദിച്ചത് കേട്ടിട്ട് കുഴപ്പമില്ല എന്ന് അയാൾ പറഞ്ഞു. ഭാഗ്യത്തിന് പൊട്ടലൊന്നുമില്ല. കൈകൂത്തി വീണതുകൊണ്ട് കൈക്കല്പം വേദനയും വീക്കമുണ്ട്. വീണ് കഴിഞ്ഞപ്പോൾ ഛർദ്ദിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി. പിന്നെ സ്കാനിങ് ഒക്കെ ഒന്ന് എടുത്തു നോക്കി. അതിൽ കുഴപ്പമൊന്നുമില്ല. എന്തായാലും 4 ദിവസം കൂടി റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. അല്ല, ആരൊക്കെയാണ് ഈ പുതിയ കുട്ടികൾ? അയാളുടെ ചോദ്യം കേട്ട് ടീച്ചറും മാഷും പരസ്പരം നോക്കി. ഞങ്ങൾക്ക് ഈ വയസ്സുകാലത്ത് പുതിയൊരു മോളെയും 2 പേരക്കുട്ടികളെയും കൂടി കിട്ടി. ഇത് സൗദയുടെ മന്ദിരത്തിലുള്ള കുട്ടികളാണ്. അവരെ ഉമ്മയും അവിടെയുണ്ട്. അവിടെ നിന്ന് വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഒരു രസത്തിന് കൂട്ടിക്കൊണ്ട് വന്നതാണ്. അത് നന്നായി, അയാൾ ചിരിയോടെ പറഞ്ഞു. ഈ നാട്ടിലുള്ള മുഴുവൻ കുട്ടികളെ കിട്ടിയാലും നിങ്ങൾ കൊണ്ടു നടക്കുമെന്ന് എനിക്കറിയാലോ. അപ്പോൾ പിന്നെ കുടുംബത്തിലുള്ള കുട്ടികളെ കാര്യം പറയണോ? എൻ്റെ പേരക്കുട്ടികൾക്ക് ഒരു 100 പ്രാവശ്യമെങ്കിലും ടീച്ചറുമ്മയെ കണ്ടില്ലല്ലോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ വന്നതറിഞ്ഞാലേ എല്ലാവരും കൂടി അങ്ങോട്ടൊരു വരവ് വരും. ആ വന്നോട്ടെ, അതിനെന്താ, കുട്ടികളല്ലേ? ചിരിയോടെ അവരോട് യാത്ര പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോയി. അപ്പോഴേക്കും കുട്ടികൾ അവരുടെ മുമ്പിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞിരുന്നു. മക്കളെ, ഇനി നിങ്ങൾക്ക് വേറെന്തെങ്കിലും വേണോ? വേണ്ട, വയറ് നിറഞ്ഞു. സനമോൾ പറഞ്ഞത് കേട്ട് മാഷും ടീച്ചറും അറിയാതെ പരസ്പരം നോക്കി. 2 കുട്ടികൾ കഴിച്ചെടുത്തും ഒരു വേസ്റ്റ് പോലുമില്ല. ജ്യൂസ് മുഴുവനും കുടിച്ചിട്ടുണ്ട്. അതിനുശേഷം ടേബിളിലുള്ള ടിഷ്യൂ പേപ്പർ കൊണ്ട് കൈയും മുഖവുമെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാം അവരുടെ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തതായിരിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. പണം കൊടുത്തതിന് ശേഷം 4 പേരും അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം മാഷും ടീച്ചറും അവരെ കൊണ്ടുപോയത് ഒരു ഫാൻസി കടയിലേക്കാണ്. അവർക്ക് ആവശ്യമുള്ള ചെരുപ്പും കളിക്കോപ്പുകളും വളകളും മാലകളും ഒക്കെ വാങ്ങുകയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ മക്കൾ 2 പേരും അത് വേണ്ടെന്ന് പറഞ്ഞു. മാഷും ടീച്ചറും നല്ലതുപോലെ നിർബന്ധിച്ചിട്ടാണ് അവർ അതെല്ലാം വാങ്ങിയത്. പിന്നീട് അടുത്തായി കയറിയത് ഒരു ചെറിയ ടെക്സ്റ്റൈൽസിലാണ്. അവിടെ നിന്നും അവർക്ക് 2 ജോഡി വസ്ത്രങ്ങൾ കൂടി എടുത്തതിന് ശേഷമാണ് അവർ ഇറങ്ങിയത്. സന്തോഷത്തോടെയാണ് 2 മക്കളും അവരുടെ കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോയത്. സാധനങ്ങളെല്ലാം വീട്ടിൽ വെച്ചതിന് ശേഷം മാഷ് അവരെയും കൊണ്ട് നടക്കാനിറങ്ങി. വീടിൻ്റെ പിറകുഭാഗത്ത് അയാൾക്ക് അത്യാവശ്യം വലിയൊരു കുളമുണ്ടായിരുന്നു. പാടം തുടങ്ങുന്ന സ്ഥലത്തായിരുന്നു അത്. അവിടുന്ന് അങ്ങോട്ട് വലിയ പാടമാണ്. അതൊരു കാലത്ത് മാഷിൻ്റെ വീട്ടുകാരുടെ സ്വന്തമായിരുന്നു. എന്നാൽ പിന്നീട് അത് വിറ്റു. ആ സ്ഥലത്തിപ്പോൾ നിറയെ കൃഷിയാണ്. പക്ഷേ കുളം നിൽക്കുന്ന സ്ഥലം മാഷിൻ്റെ പേരിൽ തന്നെയാണ്. കൃഷിക്ക് ആവശ്യമുള്ള വലിയൊരു കുളം പാടത്തിൻ്റെ അപ്പുറത്തുമുണ്ട്. കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം അതിൽ നിന്നാണ് എടുക്കുന്നത്. വളരെ മനോഹരമായൊരു കുളമായിരുന്നു അത്. ആ കുളം മണ്ണിട്ട് നികത്തിയാൽ ആ സ്ഥലത്തിന് നല്ല വില കിട്ടുമെന്ന് പലരും മാഷെ ഉപദേശിച്ചതാണ്. എന്നാൽ അയാൾ അത് കേട്ടില്ല. അയാൾ ചെയ്തത് നേരെ തിരിച്ചാണ്. കുളത്തിൻ്റെ വലിപ്പം കൂട്ടി 4 ഭാഗത്തും കരിങ്കൽ കൊണ്ട് പടവുകൾ കെട്ടി. ഇപ്പോൾ കുളത്തിൻ്റെ വലിപ്പമൊന്ന് കൂടിയിട്ടുണ്ട്. ഏത് വേനൽക്കാലത്തും അതിൽ വെള്ളം ഉണ്ടാവും. അതിൽ കുറച്ച് മീനുകളുണ്ട്. കുട്ടികളൊക്കെ വന്ന് അതിൽ ചാടി കുളിക്കാറും നീന്തലൊക്കെ പഠിക്കാറുണ്ട്. കുട്ടികൾ 2 പേരും സന്തോഷത്തോടെയാണ് കാഴ്ചയൊക്കെ കണ്ടു നിന്നത്. മാഷ് കയ്യിൽ കരുതിയിരുന്ന തീറ്റ കുറച്ച് വെള്ളത്തിലേക്കിട്ടു. മീനുകൾ വന്ന് അത് കഴിക്കാൻ തുടങ്ങി. സനയും വഫിയും അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതം കൂടി കാണിച്ചു തരാം മക്കളെ. ഇൻഷാ അല്ലാ. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.